ശ്രീജിത്തെ, ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥയെന്ന് പറയുന്നത് ഒന്നാമത് സിന്ധു ജലനദി കരാറിന്റെ താൽക്കാലികമായിട്ടുള്ള റദ്ദാക്കൽ, രണ്ടാമത് പാക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തകർച്ച, പിന്നെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ, പിന്നെ അതുകൂടാതെ വർഷങ്ങളായി തുടരുന്ന ഒരു സാമ്പത്തിക മാന്ദ്യം, പിന്നെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രകൃതി ദുരന്തങ്ങളും ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം അത് തരണം ചെയ്യാനുള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പാർട്ടിയോ മന്ത്രിസഭയോ ഒന്നും കൃത്യമായിട്ട് അവിടെ ഇല്ലാതാനും, ഉള്ള മന്ത്രി തന്നെ ഇവിടുന്ന് നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും ഇന്ത്യക്ക് വേണ്ടി 130 ആണവായുധങ്ങൾ ശേഖരിച്ചതേ ഞങ്ങളിവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് ഇപ്പം വിടാൻ എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയെ ഭയന്നിട്ടുള്ള അവരുടെ ഒരു ചെറിയ ജൽപ്പനങ്ങൾ മാത്രമല്ലേ? തീർച്ചയായും അവർ വലിയ ഭയപ്പാടിലാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യയുടെ ചില നടപടികൾ അവരെ അത്ഭുതപ്പെടുത്തുകയാണ്, അവർ ഞെട്ടിയിരിക്കുകയാണ്. ചേച്ചി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. കാരണം 1965-ലും 71-ലും 91-ലും പിന്നീട് പല ഭീകരാക്രമണങ്ങൾ, മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ പോലും ഇന്ത്യ ആ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. പാകിസ്ഥാന് വെള്ളം നൽകുന്നു. കാരണം നമ്മുടെ ആ നയമേ അങ്ങനെയാണല്ലോ, മറ്റുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. അതാണല്ലോ നാം ചേരിചേര പ്രസ്ഥാനത്തിലൂടെ തന്നെ ലോകത്തിന് സന്ദേശമായി നൽകിയത്. ഈ രണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയുടെ ഭാഗമായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേരുമ്പോഴും അങ്ങനെ ഒരു രാജ്യത്തിൻ്റെയും പക്ഷം ചേരാതെ മൂന്നാമത് തങ്ങൾക്കൊരു നിലപാടുണ്ടെന്ന് ഉയർത്തിക്കാട്ടി നിന്ന ഇന്ത്യയാണ് ഇപ്പോൾ കർശനമായ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അത് കാരണം ഇന്ത്യക്ക് മുന്നിൽ ഇനി വേറെ വഴിയില്ല. നിരന്തരം ഈ ഭീകരവാദികളുടെ അക്രമങ്ങൾക്കിരയായി എത്ര നാൾ ജീവിക്കുമെന്ന ചോദ്യം ബാക്കിയാകുകയാണല്ലോ. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇന്ത്യ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളിൽ തന്നെ ഒരു 5 രാജ്യങ്ങളെടുത്താൽ അതിൽ ഒരു രാജ്യമായി മാറുമ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യത്തിൻ്റെ ഭയപ്പെടുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് ഈ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത പാകിസ്ഥാൻ കാണുന്നത്. ആ പാകിസ്ഥാന്റെ ഭയപ്പാടാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അത് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമാണെന്ന് ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയാം എന്തായാലും കൃത്യമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ തിരിച്ചടി മാത്രമല്ലല്ലോ, എല്ലാ കാലത്തും പാകിസ്ഥാന് ഇടയ്ക്കിടയ്ക്ക് ഈ ചില കുട്ടികളുണ്ടല്ലോ പരസ്പരം തമ്മിലടിക്കുമ്പോൾ കരുത്തുള്ളവൻ്റെ അടി എന്നും ഈ കരുത്തില്ലാത്തവൻ വാങ്ങുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് സമാനമാണ് 65-ലും 71-ലും 99-ലും എല്ലാം നിരന്തരം ഇന്ത്യയുടെ അടി വാങ്ങി പരാജയപ്പെട്ട രാജ്യം. പക്ഷേ അതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അത് പാഠം പഠിക്കാത്തതിന് മറ്റൊരു കാരണം അവിടെ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപപ്പെടുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യക്കെതിരെയാണ് ആ രാജ്യം എല്ലാ കാലത്തും നിലകൊള്ളുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വന്നപ്പോഴാണ് ആ രാജ്യത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ബലൂചിസ്ഥാൻ പ്രശ്നമായാലും അവിടെ ഈ ഭീകരവാദികളെ വളർത്തുകയാണ്. സമീപത്തെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്രയും നാൾ വളർത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് ഇപ്പോൾ പുറത്തൊന്നും പണിയില്ല. ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ സമീപത്തെ പല രാജ്യങ്ങളും സുരക്ഷ വർദ്ധിച്ചപ്പോൾ ഈ ഭീകരവാദികൾ എന്ത് ചെയ്തു? പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുകയും അവിടെ തന്നെ പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം വഴി തിരിച്ചുവിടാനാണ് ഈ രീതിയിലുള്ള ഒരു പഹൽഗാമിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ തീർച്ചയായും തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു വരികളും പറയുന്നുണ്ട്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സാധ്യതയെക്കുറിച്ച് സർക്കാരിനെ ഈ സൈന്യം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ നേരിട്ട് ആക്രമണം ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആണവായുധത്തെക്കുറിച്ച് അവിടുത്തെ എല്ലാ നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാർത്ത കണ്ട് 10,500 പാകിസ്ഥാൻ സൈനികർ തന്നെ വിരമിച്ച് അവർ സലാം പറഞ്ഞു പോയെന്നുള്ളത്. കാരണം അവർക്കറിയാം ജീവൻ നഷ്ടപ്പെടും, പിന്നെ വെറുതെ എന്തിനാ നിന്ന് അടി വാങ്ങിക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴേ അവിടുന്ന് 10,500 സൈനികർ ഈ ഒരു പട്ടാള പദവി ഉപേക്ഷിച്ച് അവർ പോയി. ഭിക്ഷ എടുത്താലും വേണ്ടിയല്ല നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അല്ല, പട്ടാളക്കാർ പോകുന്നതിനേക്കാൾ പട്ടാള മേധാവി തന്നെ എവിടെ ഉണ്ടെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഇനി വിദേശത്താണോ അതോ ഇനി ഒളിത്താവളങ്ങളിൽ ഇരിക്കുകയാണോ എന്ന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ. നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി നമ്മുടെ ഇന്ത്യക്ക് നൽകിയത് ആരെങ്കിലും ഒരു പിന്തുണയില്ലാതെ നൽകത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചൈന ഒരു സൗഹൃദപരമായിട്ട് ഇന്ത്യയോടൊപ്പം നിന്നപ്പോൾ ചൈനയുടെ ഒരു പിന്മാറ്റം,
ഇത് അന്വേഷണ വിധേയമാക്കണം, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം ഉണ്ടെന്നുള്ള ചൈനയുടെ ഒരു ക്രോക്കട്ട് മൈൻഡ് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ചൈന എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ചൈനയുടെ ഒരു പിൻബലത്തോടു കൂടി ചൈനയ്ക്ക് ആവശ്യമായിരുന്നു ഇത്, അല്ലേ? അതിപ്പോൾ ഡയറക്റ്റ് നമുക്ക് തൊടുത്തു വിടാൻ പറ്റാത്തത് പാകിസ്ഥാൻ വഴി തൊടുത്തു വിട്ടു, ഒരു ആഭ്യന്തര കലാപം എന്നൊക്കെയാണ് ചൈന ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ മോദിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് ചൈന മറന്നുപോയി. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്, കാരണം ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് യുദ്ധമായിരുന്നേനെ. പക്ഷേ ഇവിടെ സമചിത്തതയോടുകൂടി മോദി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചൈനയെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുക. കാരണം ഒരു യുദ്ധം തിരിച്ചടിക്കുകയാണെങ്കിൽ മറ്റുള്ള ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ മോശമായേനെ. പക്ഷെ ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളും നമ്മളുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപൂർവമായിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു, ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെ പറയാം. അത് ചൈനയ്ക്ക് വലിയ നേട്ടങ്ങളുണ്ട്, കാരണം ചൈന നമ്മളോട് ചേർന്ന് കിടക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലുള്ള പല കാര്യങ്ങൾ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പറ്റും, അവരോടൊപ്പം ഇന്ത്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അടിച്ച് അമർത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നേട്ടം അവർക്ക് തന്നെയായിരിക്കും. അമേരിക്കയോടൊപ്പം പിന്നെ കിടപിടിച്ചാൽ മതി, അമേരിക്കയെ പിന്നെ തളർത്തിക്കൊണ്ട് ഇവർക്ക് മുന്നേറായി, ഇവർ ലോകരാജ്യങ്ങൾ ശ്രദ്ധയായിരിക്കും. ഇതാണ് ചൈനയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ അതിനൊരു തടസ്സമാണ്. എപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴും ദൃഢമായി തന്നെ നിൽക്കുന്നത്, ഇത് ഇവർക്കൊരു തടസ്സമാണ്. ഇതിനെ പ്രതിരോധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ചൈന വഴിയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ആക്രമണം ഉണ്ടായത്. അത് അവർ വേറെ രീതിയിലാണ് നോക്കിയത്, പക്ഷേ 8 നില പൊട്ടി എന്ന് തന്നെ പറയാം, അല്ലേ? ഒരു പക്ഷേ കാശ്മീരുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തിൽ ചൈനയ്ക്ക് നേരിട്ട് പങ്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ബലൂചിസ്ഥാൻ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, പട്ടിണിയുണ്ട്, വിലക്കയറ്റമുണ്ട്, അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ജയിലിൽ ആക്കിയിരിക്കുകയാണ്. അവിടെ രാഷ്ട്രീയപരമായി നമുക്ക് പണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെ എല്ലാം പേര് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അറിയാവുന്നത്. ഇപ്പോൾ അവിടെ ഏതാണ് പ്രധാനമന്ത്രി എന്നോ ആരാണോ പ്രസിഡന്റ് എന്ന് കൃത്യമായി ധാരണയില്ല. കാരണം അത്രയ്ക്ക് ജനകീയത ഇല്ലാത്തൊരു ഗവൺമെന്റാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ഒരു പട്ടാള ഭരണമാണ് കൃത്യമായി നടക്കുന്നത്. പട്ടാള ഭരണത്തിൽ പോലും കൃത്യമായി ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവില്ലാത്തൊരു ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ രാജ്യത്ത് ഞങ്ങളതാ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ചൈന പിന്തുണച്ചു എന്ന് പറയുമ്പോഴാണ് ഈ ചേച്ചി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പമാണ്. ഇപ്പോൾ അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും റഷ്യ ആയാലും ഇസ്രായേൽ ആയാലും എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ മറുപക്ഷത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ആരുമില്ല. അങ്ങനെയാണ് ഈ പാക് പ്രതിരോധ മന്ത്രി തന്നെ ചൈനയോട് നേരിട്ട് ടെലിഫോണിൽ ഈ സഹായം അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷമാണ് അങ്ങനെ ഞങ്ങളോട് ഒരാൾ സഹായം ചോദിച്ചു, അതിനിടയിൽ തന്നെ അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക ശത്രുവിൻ്റെ ശത്രു, അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ ഇന്ത്യയുമായി നേരിട്ടൊരു പോരാട്ടത്തിന് ചൈന ആഗ്രഹിക്കുന്നില്ല. അത് നാം കോവിഡ് സമയത്ത് കണ്ടതായിരുന്നു. അങ്ങനെ കോവിഡ് സമയത്ത് ഇന്ത്യ ആക്രമിക്കാൻ വന്ന ചൈനീസ് പട്ടാളം മരിച്ചു വീഴുന്നത്, അല്ലേ, തോക്ക് പോലും ഉപയോഗിക്കാതെ മരിച്ചു വീഴുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ പോലും അവർക്ക് കൃത്യമായൊരു കണക്ക് പറയാൻ പോലും അവർ ഭയപ്പെടുകയാണ്, അല്ലേ? ചില കണക്കുകൾ പ്രകാരം 40-50 ചൈനീസ് പട്ടാളക്കാർ മരണപ്പെട്ടെന്ന കണക്കുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ചൂടറിഞ്ഞതവരാണ് ചൈനക്കാർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സഹായം ചോദിച്ചത് കൊണ്ട്, അതോടൊപ്പം തന്നെ അമേരിക്ക പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം കൊണ്ടൊന്നും ഇന്ത്യ ഭയപ്പെടില്ല. ഇന്ത്യ ഇതിനു മുൻപ് 2 തവണ എങ്ങനെയാണോ മറുപടി കൊടുത്തത് അതിന് തുല്യമായി തന്നെ മറുപടി കൊടുക്കും. അതിനേക്കാൾ ക്രൂരമാണ്, അല്ലേ? അതിനേക്കാൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അതിനേക്കാൾ ക്രൂരമായ നടപടികളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെള്ളമുണ്ട്, ഒരു ഭാഗത്ത് വെള്ളമില്ല, അല്ലേ? ആ രീതിയിലാണ് ഇനി. പക്ഷെ അവർക്ക് എളുപ്പമായി ഇനി എങ്ങനെ വെള്ളമില്ലാത്തടത്ത് വെള്ളം എത്തിക്കുമെന്ന ആശങ്കയിലായിരിക്കും അവർ. എന്തായാലും പാകിസ്ഥാൻ പട്ടാളം വളരെ ആശങ്കയിലാണ്, അവിടുത്തെ സർക്കാരും വലിയ ആശങ്കയിലാണ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് നമ്മുടെ രാജ്യത്തെ ചിലർക്കെങ്കിലും സംശയമുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ആ സംശയമില്ല, അവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.